ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയേക്കുവാണ്. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഒരുമിച്ചൊരു ഓഫ് കിട്ടുന്നത്. അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഹെസമോളും അപ്പയും നമ്മളെല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി. പുറത്തിറങ്ങാന്ന് പറയുമ്പോൾ ലുലു വരെ പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം, അതൊക്കെ തന്നെ. ഇവിടെ നല്ല പൊരിഞ്ഞ ചൂടാട്ടോ. 6 മണിയായി, പക്ഷേ ഇരുട്ടിയിട്ടില്ല. പക്ഷേ നല്ല ചൂടുണ്ട്, ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമല്ലോ കിട്ടുന്ന അവസരങ്ങൾ. അതല്ലേ ലൈഫ് അല്ലേ? നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറ്റുന്നതാണെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈന്തപ്പഴം കണ്ടോ കെട്ടിയിട്ടേക്കുന്നേ, പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം പറിച്ചെടുത്തോണ്ട് പോകും കേട്ടോ. അങ്ങനെ അപ്പനും മോളും മുമ്പോട്ട് പോകുന്ന എന്തിനാണെന്നറിയോ? ഒരു ചായ കുടിക്കാനുള്ള പോക്കട്ടോ. അതാ എന്നാ വേണ്ടേക്ക് നോക്കിക്ക് എന്നൊക്കെ ഉണ്ടെന്നോ. എന്തോ എന്നാ വേണ്ടേ? അങ്ങനെ ഇവിടെ കയറിയിട്ട് നെയ്യപ്പവും ചായയും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല പുറത്ത് ചൂടാണെങ്കിലും ഒരു ചായയും ഒരു കടിയും വൈകുന്നേരം കഴിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണല്ലോ നമ്മുടെ മലയാളികൾക്ക്. അങ്ങനെയല്ല ഗൈസ്, അങ്ങനെ നല്ല അടിപൊളി ചായ, നല്ല അടിപൊളി സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായയും കുടിച്ചിട്ട് നമ്മൾ ലുലുവിൽ ചെന്നു. ലുലുവിൽ ചെന്ന് എൻട്രൻസ് കയറിയ പാടെ ഹെസമോൾ ഓടിപ്പാഞ്ഞെത്തിയ സ്ഥലം എന്ന് പറയുന്നത് ഇതാട്ടോ. ഹെസൻ്റെ ഫേവറേറ്റ് പ്ലേസ് ലുലുവിൽ പോകുമ്പം, അതായത് മദീന സൈദിലെ ലുലു പോകുമ്പോൾ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു വാട്ടറൊക്കെ വെച്ചിട്ടുള്ള ഒരു എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റിയ ഒരു അട്രാക്റ്റീവായിട്ട് വെച്ചൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് അവിടെ ഓടിപ്പാഞ്ഞ് ചെന്നു കേട്ടോ. അങ്ങനെ ഹെസേൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, അവളുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അങ്ങനെ അവൾ ജസ്റ്റ് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ലുലുവിലേക്ക് കയറി വരാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. എങ്കിലും ഞങ്ങൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറ്റാന്ന് പറഞ്ഞപ്പം അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അങ്ങനെ അവളെ കൊണ്ട് പയ്യെ ലുലുവിലേക്ക് കയറി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ ഏരിയയിൽ വന്ന് മെയിനായിട്ട് ഇന്ന് നമ്മൾ കൂടുതലെടുത്തത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഹെസമോളെ ഡേ കെയറി വിടുമ്പോൾ നമ്മൾ എന്നും ഓരോ സാധനങ്ങൾ കൊടുത്തു വിടണമല്ലോ. ഹെസമോള് വന്നേ പിന്നെ കേട്ടോ നമ്മളിങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ കൂടുതൽ വാങ്ങാൻ വേണ്ടി തുടങ്ങി. അതിന് മുമ്പായിട്ട് ഇത്ര വലിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വാങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആണ് മനസ്സിലാക്കുന്നത് കേട്ടോ, എൻ്റെ ദൈവമേ ഇത്രയും തടി വെച്ചുല്ലോ എന്ന്. പിന്നെ അങ്ങനെ ഹെസമോളുടെ ചിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ഇട്ട് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ തടി കൂടാതിരിക്കും ഗൈസ്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഹെസമോൾക്ക് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം തീരാൻ പോവുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും ഞങ്ങൾ പഴയ സ്ഥലത്തെത്തി വന്നിരിക്കുകയാണ് ഗൈസ്. എവിടെയാണെന്നറിയണോ? വേറെ എവിടെയല്ല, നമ്മുടെ ഹെസമോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അല്ല ഹെസമോളെ? എവിടെയാ? ഇങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ പോവാട്ടോ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, കുറേ കാലം കൂടിയാണ് നമ്മൾ മദീന സൈദിൽ വന്നിട്ട് അധികം തിരക്കില്ലാതെ പോകുന്നത്. എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും വീട്ടിൽ കയറിയിരിക്കുമെന്ന് തോന്നുന്നു. കുണുകുണുന്ന് വെച്ച് നടക്കുന്ന നോക്കിക്ക് അപ്പനും മോളും കൂടെ ഉണ്ടോ. സ്ട്രോളർ കൊണ്ടുവന്ന് ഞാൻ ശശി. അങ്ങനെ അപ്പനും മോളും കൂടെ അവരുടെ കഥകളും പറഞ്ഞ് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക കഴിവാട്ടോ ഇതിനെ നയിച്ചുകൊണ്ട് പോകാൻ അപ്പന്. അങ്ങനെ അപ്പൻ്റെ പുത്രി മകളും കൂടെ പോകുന്നു. ലുലുവിലൊക്കെ പോയി മടുത്ത് ക്ഷീണിതായിട്ട് വന്നിരിക്കുകയാണ്. ഹെസമോൾ ഓരോ സാധനങ്ങൾ പയ്യെ പയ്യെ തുറക്കാൻ വേണ്ടി തുടങ്ങി. ടാറ്റ പറഞ്ഞേ, ചെയ്യൂന്ന് പറ. അങ്ങനെ നമ്മൾ ലുലു പോയിട്ട് വന്നപ്പോൾ എന്തൊക്കെ സാധനം മേടിച്ചതെന്ന് നമ്മളോട് കാണിച്ചു തന്നാലല്ലേ നമുക്കൊരു പൂർണ്ണത എത്തുള്ളൂ. അപ്പം ആദ്യം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങളാണ്. ഇതൊരു പലാസ പാൻറ് പോലത്തെ വാങ്ങിയിട്ട് രണ്ടെണ്ണം. ഇതും ഒരു എത്രയാണ് യെല്ലോ കളറും. അങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇത് എല്ലാം ഇവിടെ നിന്ന് തന്നെ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ചിക്കൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ, ഒരു പാലക്ക് എന്ന് പറഞ്ഞൊരു സംഭവം, പച്ച ചീര പോലെയൊക്കെ ഇരിക്കുന്ന പാലക്ക്. ഇത് നല്ലതെന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് കേട്ടോ. ഇതിന് 1 ദിർഹംസ്. പിന്നെ ഇത് കുറച്ച് മല്ലിച്ചപ്പ്. പിന്നെന്താ, ചീര. ഇതൊക്കെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളാട്ടോ. നമ്മൾ വാങ്ങുമ്പോൾ വീക്കിലിയാണ് വാങ്ങുന്നത്, ഡെയിലി പോയിട്ട് വാങ്ങലൊന്നുമില്ല. അത് കാരണം ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങും. തേങ്ങ ഇങ്ങനെ ചിരവി കിട്ടും കേട്ടോ നമുക്ക്. അത് ഫ്രീസറിൽ വെക്കുക, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ച് ബട്ടർ. പിന്നെ എന്താ കേട് തൈര്, കട്ട തൈര് നമുക്കിങ്ങനെ
ബക്കറ്റിൽ കിട്ടും. എക്സ്പയറി ഡേറ്റ് ഒക്കെ എഴുതിയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള സാധനം കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് ജ്യൂസ്, ഇതൊക്കെ ഓഫറിൽ നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന് 10 ദിർഹംസ് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. അപ്പോൾ ഒരു ജ്യൂസ് വാങ്ങി, മാംഗോ ജ്യൂസ് എനിക്ക് ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് വാങ്ങിയിട്ടുള്ളൂ, കാരണം ഹെസമോക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ, വേറെ ആർക്കും ഇഷ്ടമില്ല. ഹെസയ്ക്കും കഴിക്കാൻ മടിയാ. അങ്ങനെ കുറച്ച് ഡേറ്റ്സ്. പിന്നെ നമ്മുടെ മത്തങ്ങ, പണ്ട് ഇതിനൊന്നും ഒരു മീച്ച ഇല്ലാത്ത സാധനമായിരുന്നു, ഇപ്പം പൈസ കൊടുത്ത് വാങ്ങുമ്പം മീച്ചമായി ഗൈസ്. ഇത് കുറച്ച് ഗ്രേപ്സ്. ഇത് നമ്മുടെ മുട്ട കേക്ക് എന്നൊക്കെ നമ്മൾ പറയും, ഇത് ഇവിടെ റവ കേക്ക് എന്ന് പറയും. ഇതിന് 7 ദിർഹംസ്. പിന്നെ ബെന്ന്. പിന്നെ എന്താ, പിന്നെ തണ്ണിമത്തങ്ങ മുറിച്ച് കിട്ടും കേട്ടോ നമുക്കിവിടെ തണ്ണിമത്തങ്ങയൊക്കെ. അപ്പം ഇത് നമ്മുടെ ആവശ്യത്തിന് വാങ്ങി. ഇത് 9.30 ദിർഹംസ്. പിന്നെ എത്ര, പിന്നെ ഓറഞ്ച് 10. പിന്നെ ഹെസമോളുടെ ഫേവറേറ്റ് സാധനമാണ് ചോക്കോ. പിന്നെ നമ്മുടെ സ്വീറ്റ് മെലൺ, കാരണം കൊച്ചിനെ ഡേ കെയറിൽ വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണം. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് ഫ്രൂട്ട്സുകൾ കൂടുതൽ വാങ്ങുന്നത്. പിന്നെ അച്ചപ്പം. ഹെസമോള് വന്നേ പിന്നെ ഫ്രൂട്ട്സിൻ്റെ കളിയായിട്ടോ, കാരണം കൊച്ചിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണമല്ലോ ഡേ കെയറിൽ വിടുമ്പം. പിന്നെ എഗ്ഗ്, ഒരു പാക്കറ്റ്, വലിയ പാക്കറ്റ് എഗ്ഗ് വാങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഗൈസ് നമ്മൾ ഇന്ന് ലുലു പോയപ്പോൾ വാങ്ങിയത്. നാരങ്ങ കാണിച്ചായിരുന്നു, നാരങ്ങയ്ക്ക് 1 രൂപ, 1.80. അപ്പം ഇന്നത്തെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വാങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആയിട്ടോ, പക്ഷെ വലിയ റേറ്റ് അല്ല. ഓഫർ ദിവസം നമ്മളിവിടെയൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുമ്പം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഓഫറിൽ കിട്ടും. ഈ ഓഫറിൽ കിട്ടുന്ന സാധനങ്ങൾ ഇട ദിവസങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇരട്ടി പൈസ ആയിരിക്കും. അപ്പോൾ ഓഫർ ഡേയ്സ് പോയിട്ട് സാധനം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ കൂടുതലും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ ബൈ.